ഒരു സിനിമ എന്ന് പറയുന്നത് ശരിക്കും മാജിക് ആണ്. ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ പലവരും പല പ്രശ്നങ്ങളും മറക്കാറുണ്ട്. മെയിൽ ഷോവിനേഴ്സ് ഭയങ്കര കൂടുതലുള്ള ഒരു ഫീൽഡാണ് ആക്ച്വലി. ഇവിടെ 8 വർഷം പിടിച്ചത് എങ്ങനെയാണെന്ന് എനിക്ക് ഞാൻ പറഞ്ഞു, സാർ അങ്ങനെ നോക്കുന്നത് എനിക്ക് ഡിസ്റ്റർബാണ്. പുള്ളി എടുത്തടിക്കും, അത് ഭയങ്കര പ്രശ്നമാക്കി പ്രൊഡ്യൂസറിനെ വിളിച്ച് പറഞ്ഞ് എന്നെ ആ സിനിമയിൽ നിന്ന് മാറ്റിച്ചു. ഹായ്, ഇന്ന് നമ്മുടെ കൂടെയുള്ളത് മലയാളത്തിലെ ആദ്യത്തെ വുമൺ ഡബ്ബിംഗ് എഞ്ചിനീയർ ഗായത്രിയാണ്. നമുക്ക് ഗായത്രിയെ സ്വാഗതം ചെയ്യാം. വെൽക്കം ഗായത്രി. താങ്ക് യു. എന്താണ് വിശേഷം? സുഖം, അടിപൊളിയായിട്ട്. ഇപ്പം എത്ര സിനിമയായി വർക്ക് ചെയ്യണോ? 80 കൂടുതലായി. 80 സിനിമയായി. മലയാളത്തിലെ ഒരേ ഒരു വനിതാ ഡബ്ബിംഗ് എഞ്ചിനീയർ അല്ലേ? ഇപ്പൊ എന്താ ഫീൽ ചെയ്യുന്നത് ശരിക്കും? അഭിമാനമുണ്ട്, അറ്റ് ദ സെയിം ടൈം റെസ്പോൺസിബിലിറ്റീസ് കൂടുതലുണ്ട് എനിക്ക്. കാരണം ഈ 8 വർഷം കഴിഞ്ഞതുകൊണ്ട് എനിക്ക് ഒരു പിഴവ് പോലും ഒരു ഡയലോഗില് അല്ലെങ്കിൽ ഒരു മൂളലില് പോലും വരുത്താൻ പറ്റത്തില്ല. അത്രയും റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. പിന്നെ ഈ വരുന്ന ആർട്ടിസ്റ്റുകള് അത് പല സ്ലാങ്ങില് സംസാരിക്കുന്നവരുണ്ടാവും. ഇപ്പം ഈ ഒരു ജാതി ജാതകം തന്നെയാണെങ്കിൽ തലശ്ശേരി സ്ലാങ്ങിലാണ്. അപ്പൊ സ്ലാങ് പിടിച്ച് സംസാരിക്കലൊക്കെ കുറച്ച് പാടാണ് നമുക്ക്. നമ്മളും അതിനായിട്ട് ട്രെയിൻ ചെയ്ത് എടുക്കണം. ഈ തലശ്ശേരി സിനിമ ചെയ്യുമ്പോ ഞാൻ ഫുള്ള് തലശ്ശേരി സ്ലാങ്ങിലായിരുന്നു സംസാരം. അപ്പൊ ഇപ്പൊ വേറെ ഏതെങ്കിലും സ്ലാങ് വന്നാൽ അങ്ങനെ സംസാരിക്കണം. അപ്പൊ കുറെ കാര്യങ്ങൾ നമ്മള് ഇപ്പോഴും പഠിച്ചോണ്ടിരിക്കുകയാണ്, സ്റ്റിൽ പഠിച്ചോണ്ടിരിക്കുകയാണ്. അപ്പം പ്രൗഡാണ്, അറ്റ് ദ സെയിം ടൈം ഈ പറഞ്ഞ റെസ്പോൺസിബിലിറ്റീസ് കൂടുതലുണ്ട്. ഇത് ഭയങ്കര റെയറസ്റ്റ് ഓഫ് റെയർ പ്രൊഫഷൻ ആണ് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പൊ ഗായത്രി നമുക്ക് ഒരു പ്ലസ് 2 ഒക്കെ കഴിയുന്ന സമയത്ത് ഇങ്ങനെ പല ആഗ്രഹങ്ങളും, ഡോക്ടർ, എഞ്ചിനീയർ, എങ്ങനെയാണ് ഈ ഡബ്ബിംഗ് എഞ്ചിനീയർ അല്ലെങ്കിൽ ഓഡിയോ എഞ്ചിനീയർ എന്നുള്ള ഒരു പ്രൊഫഷനിലേക്ക് ചിന്ത പോകണത്? എനിക്ക് കുഞ്ഞിലേ തൊട്ട് അഭിനയിക്കാൻ ഇഷ്ടമായിരുന്നു. അപ്പം ചെറുപ്പം തൊട്ടേ ഈ വിജയ പരിപാടികള്, വീഡിയോ ചോക്കിയ മറ്റേ ഇങ്ങനെ ആങ്കറിങ് ചെയ്യാൻ പോവായിരുന്നു, അല്ലാതെ ഷോസ് ചെയ്യാൻ പോവായിരുന്നു, ഡാൻസ് ചെയ്യും, പാട്ട് പാടും. ഇതൊക്കെ സൈഡിലുള്ളത് കൊണ്ട് സിനിമ എന്നുള്ളത് കുഞ്ഞിലേ തൊട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം, ഭയങ്കര പാഷനായിരുന്നു. അങ്ങനെ പ്ലസ് 2 കഴിഞ്ഞപ്പോൾ ഞാൻ BA മൾട്ടിമീഡിയ ചൂസ് ചെയ്തു. അത് MA സിനിമ എടുത്തു. ചങ്ങനാശ്ശേരിയിലാണ് പഠിച്ചത്, മീഡിയ വില്ലേജില്. അവിടെ നിന്ന് നമുക്കൊരു ഓഡിയോഗ്രാഫി, നമുക്കൊരു പേപ്പർ ഉണ്ട്, എല്ലാ സെമസ്റ്ററിലും ഓരോ പേപ്പർ ഉണ്ട്. അതിന്റെ കൂടെ പ്രോടൂൾസ് നമ്മുടെ കോളേജ് ടൈം കഴിഞ്ഞിട്ട് പ്രോടൂൾസ് എക്സ്ട്രാ കോഴ്സ് ആയിട്ട് എടുത്ത് പഠിച്ച് ഡബ് ചെയ്യാൻ ഇഷ്ടമാണ്. ഒരു 10ാം ക്ലാസ് തൊട്ട് ഡബ് ചെയ്യുമായിരുന്നു. അപ്പം ഒരു ഡബിങ് എഞ്ചിനീയറിന്റെ അടുത്ത് ഞാൻ കുഞ്ഞായിരിക്കുമ്പോ 10ാം ക്ലാസ്സിൽ ഡബ് ചെയ്യാൻ പോയപ്പോ എന്റെ അടുത്ത് എന്നെ കളിയാക്കി ഇറക്കി വിട്ടിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് എന്നെ ഹേർട്ട് ചെയ്തൊരു, അതെ, ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. കാരണം 10ാം ക്ലാസ്സിൽ നമ്മൾ ആഗ്രഹിച്ച സിനിമയിലെത്തി അന്വേഷണം നടന്നൊക്കെ നമുക്കൊരു ചാൻസ് കിട്ടിയിട്ട് സൗണ്ട് ഉള്ളൂല ഇറങ്ങി പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീർന്നു. നമുക്ക് വേറെ ആളെ ഡബ് ചെയ്തു. അതെ, ഞാൻ വേറെ ഒരാൾക്ക് ഡബ് ചെയ്യാനായിട്ട് പോയതാണ്. പക്ഷെ അങ്ങനെ ഇറക്കി വിട്ടപ്പോ എനിക്ക് ഭയങ്കര ഫീലായി. അപ്പൊ എനിക്ക് തോന്നി ഒരു എഞ്ചിനീയറിന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാളെ കൊണ്ട് ഡബ് ചെയ്യിക്കാൻ പറ്റും. എല്ലാവരുടെയും സൗണ്ട് യൂണീക്കാണ്. അവരെ കൊണ്ട് ഡബ് ചെയ്ത് എടുപ്പിക്കുന്നതിലാണ് ഒരു എഞ്ചിനീയറിനെ വിജയിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് എനിക്കത് പഠിച്ചുകൂടാൻ തോന്നി. അങ്ങനെയാണ് ഞാൻ ഡബിങ് എഞ്ചിനീയറിംഗ് പഠിക്കുന്നതും കഴിഞ്ഞ 8 വർഷമായിട്ട് ഇവിടെ ഇരിക്കുന്നത്. വീട്ടിലൊക്കെ ഇത് എങ്ങനെ അവതരിപ്പിച്ചപ്പോ സ്വാഭാവികമായിട്ട് സിനിമ പഠിക്കുക എന്ന് പറയുമ്പോ തന്നെ നമ്മുടെയൊക്കെ ഫാമിലികളിൽ ചിലപ്പോൾ അവർക്ക് അതിനെ കുറിച്ച് അവെയർ ആയിരിക്കില്ല. എന്നിട്ട് സിനിമ എടുത്തിട്ട് അതിൽ നിന്നൊരു വിഭാഗമാണ്, അതിൽ നിന്ന് ഇപ്പൊ ഓഡിയോഗ്രാഫി അല്ലെങ്കിൽ ഓഡിയോ എഞ്ചിനീയർ എന്ന് പറയുന്നത് വേറൊരു വിഭാഗമാണല്ലോ. അപ്പൊ നമ്മൾ എന്തായാലും ഇൻഡിപെൻഡന്റ് അല്ലാത്തതുകൊണ്ട് അവരെ കൺവിൻസ് ചെയ്യേണ്ടി വരും. എനിക്ക് കൺവിൻസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത്തെ കാര്യം, എന്റെ അച്ഛന്റെ ഫാമിലി ശങ്കരാടി, അച്ഛന്റെ അമ്മാവനാണ് ശങ്കരാടി സർ. സോ അങ്ങനെ ഒരു ലൈൻ കിടക്കുന്നതുകൊണ്ട് സിനിമ എന്റെ ഫാമിലിയിൽ ഒരു വേറൊരു പാർട്ടല്ല, ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒരു ഭാഗമാണ്. അതെ, കണക്ഷൻ ഓൾറെഡി ഉണ്ട്. എന്റെ അമ്മയുടെ അനിയത്തി ഡാൻസ് ടീച്ചറാണ്. ചിറ്റയ്ക്കും കുറെ സ്റ്റുഡൻസ് ഉണ്ട്. ഗീതാ പത്മകുമാർ, അതെ, ഗീതാ പത്മകുമാർ കുച്ചിപ്പുടി ഡാൻസറാണ്. അപ്പൊ ചിറ്റയ്ക്കും കുറെ സ്റ്റുഡൻസ് ഉണ്ട്. മഞ്ജു വാര്യർ അടക്കം കുറെ വലിയ താരനിര ചിറ്റയ്ക്കുണ്ട്. അപ്പൊ സിനിമ എനിക്ക് കുഞ്ഞിലേ തൊട്ട് എനിക്ക് അന്യമല്ല, എന്റെ ജീവിതത്തിൽ തന്നെ, എന്റെ ഫാമിലിയിൽ തന്നെ ഉള്ള. അപ്പൊ കൺവിൻസ് ചെയ്യാൻ വലിയ പാടൊന്നുണ്ടായിരുന്നില്ല. പിന്നെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ജോലിക്ക് ഒരു സമയമില്ല. 10 മണിക്ക് വന്ന് 6 മണിക്ക് വീട്ടിൽ കയറാൻ പറ്റുമെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റിയിട്ടില്ല. അപ്പൊ അത് എന്റെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമല്ല. പക്ഷെ അമ്മൂമ്മയുണ്ട്, അമ്മൂമ്മ ഭയങ്കര കൺസേൺ ആണ്. അമ്മൂമ്മ എപ്പോ വരും ചോദിച്ചോണ്ടിരിക്കും. പക്ഷെ അത് പ്രായമായവരാണ്, അവനൊന്നും പറയാൻ പറ്റില്ല നമുക്ക്. പക്ഷെ അറിയാം, ഇതാണ് ആർട്ടിസ്റ്റുകൾ വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അവര് എത്ര മണിക്കാണോ പോകുന്നത് അതുവരെ നമ്മൾ ഇവിടെ ഇരിക്കണം. ഇപ്പൊ ആർട്ടിസ്റ്റ് പോയാലും ചിലപ്പം ബാക്കി എന്തെങ്കിലും നോക്കാനൊക്കെ ആയിട്ട് ഡയറക്ടറും അസിസ്റ്റന്റും എല്ലാവരും ഉണ്ടാവും. അപ്പൊ അവര് പോകുന്നവരെ, ക്ലയൻസ് പോകുന്നവരെ നമ്മൾ ഇവിടെ ഇരിക്കണം. അപ്പൊ ടൈം ഒരു വിഷയമല്ല നമുക്ക് ഈ ജോലിക്ക്. അതൊന്ന് കുറച്ചു നാൾ എടുത്തു എന്റെ വീട്ടുകാർക്കൊന്ന് അക്സെപ്റ്റ് ചെയ്ത് വരാൻ. പക്ഷെ കുഴപ്പമില്ല, ഇപ്പൊ ഓക്കെയാണ്. എനിക്ക് നേരത്തെ തൊട്ട് അറിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതിന് പ്രിപ്പയർഡ് ആയിട്ട് തന്നെയാണ് ഇറങ്ങിയത്. എനിക്കറിയാം, ഒരു ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഫാമിലിയിൽ ഒരു എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വന്നാൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും വിചാരം എനിക്ക് ചാണം ഉണ്ടാകുന്നതല്ല, പണിയെടുക്കാനുള്ള
സിനിമ അങ്ങനത്തെ ഒരു പ്രോസസ് ആണല്ലോ. ഓൾറെഡി ഒക്കെ റിലീസ് ഡേറ്റ് ഒക്കെ പ്ലാൻ ചെയ്ത സിനിമകളൊക്കെ ആണെങ്കിൽ പിന്നെ ഒരു ഫൈനൽ സ്റ്റേജിലായിരിക്കുമല്ലോ എല്ലാ ഡബിങ്ങിലേക്ക് വരുന്നത്. അപ്പോ അതാണ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടാണ് ഡബിന് വരുന്നത്. കൂടിപ്പോ ഒരു മാസം പോലും ഉണ്ടാവില്ല നമുക്ക് തിയേറ്റർ റിലീസിന് പറഞ്ഞേക്കുന്നത്. ഈ ഒരു മാസത്തിനുള്ളിൽ ഒരു സിനിമയിൽ എത്ര ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും? മോർ ദാൻ 150 ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും. ഇവരെല്ലാവരെയും ഓരോ ഡയലോഗ് അടക്കം നമ്മള് ഓരോന്ന് നിർത്തിയാണ് എടുപ്പിക്കുന്നത്. ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതെ, ഉണ്ടാവും. ഇവരുടെ മോഡുലേഷൻസ് മാറ്റാനുള്ള ആൾക്കാരുണ്ടാവും. അഭിനയിച്ച ആളല്ലാതെ വേറെ ആൾ വന്ന് ഡബ് ചെയ്യാനുണ്ടാവും. ഈ എല്ലാ ആർട്ടിസ്റ്റുകളും തിരക്കുള്ളവരാണ്. ഇവരുടെയൊക്കെ ടൈമിനനുസരിച്ച് ഇവര് വരണ്ടേ? ഈ സമയത്തൊക്കെ നമ്മളിവിടെ അവൈലബിൾ ആയിരിക്കണം. അപ്പൊ അത് കുറച്ച് തുടക്കത്തില് വീട്ടുകാരെ പറഞ്ഞ്, ഇപ്പം ആ സമയത്ത് ചാലക്കുടിക്കാരൻ ചങ്ങാതി ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് വിനയൻ സാറിന്റെ കൂടെ. അപ്പം ഷൂട്ടിന്റെ ഇടയ്ക്ക് നിന്നൊക്കെയാണ് ഓരോ ആർട്ടിസ്റ്റുകൾ ചിലപ്പോൾ വെളുപ്പിനെ 2 മണി 3 മണിക്കൊക്കെയാണ് വരിക. അതുവരെ നമ്മൾ ഇവിടെ ഇരിക്കും. അവരുടെ സമയം. അതെ, അവരുടെ സമയം. അപ്പൊ ആക്ച്വലി ഇത് എന്റെ സെക്കൻഡ് ഹോമാണ്. എനിക്ക് വീട് കഴിഞ്ഞാൽ പിന്നെ സ്റ്റുഡിയോ ഞാൻ ഇവിടെ കിടന്നു തുടങ്ങും. എനിക്ക് അതൊരു വിഷയമല്ല. നമ്മുടെ 7-8 വർഷം മുന്നേ നമ്മൾ കാണുമ്പോൾ ഇതേ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ടാണ് അല്ലേ? അപ്പൊ എനിക്കത് മനസ്സിലാവും. ആദ്യത്തെ സിനിമ ഓർമ്മയുണ്ടോ? ആദ്യമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്തത് കാമുകി. അതെ, ബിനിച്ചേട്ടന്റെ പടം കാമുകി. അതായിരുന്നു ഫസ്റ്റ്. അത് അതെ, അസ്കർ കൂടെയുള്ള മൂവി. അത് കഴിഞ്ഞ് പിന്നെ കുറെ നമ്മുടെ മറിയം വന്ന് വിളക്കൂതി അടക്കം കുറെ പടങ്ങൾ 80 സിനിമയോളം വന്നിറങ്ങിപ്പോയി അല്ലേ? അതില് ഈ പുതിയ ഡയറക്ടേഴ്സും ഉണ്ട്, അല്ലാതെ പഴയ കാലത്തെ ഡയറക്ടേഴ്സ് കമൽ സാർ, വിനയൻ സാർ അടക്കമുണ്ട്. വലിയ ലെജൻസിന്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി. ഇതിനിടയിൽ എപ്പോഴെങ്കിലും ഇപ്പം ഒട്ടും ഡബ് ചെയ്തിട്ടില്ലാത്ത ഒരാളെ ഒരു കോൺഫിഡൻസ് ഒക്കെ കൊടുത്തിട്ട് ഡബ് ചെയ്യിപ്പിച്ചിട്ട് അടിപൊളിയാക്കി ഔട്ട് എടുത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും പേര് പറഞ്ഞു ഞാൻ പേര് പറയണ്ട. ആള് ഭയങ്കര ഇപ്പൊ അത്യാവശ്യം ആള് നല്ലൊരു ലെവലില് ഡബ് ചെയ്ത് സിറ്റുവേഷൻ പറഞ്ഞാൽ മതി, പേര് പറയണ്ട. ഓക്കെ, പുതിയ ആള് ഫസ്റ്റ് ഫിലിം ആയിരുന്നു. എന്റെ അടുത്ത് ഡബ് ചെയ്യാൻ വന്നപ്പോ ഒന്നും അറിയില്ല. ഡബിങ് എന്താന്ന് പോലും അറിയാത്ത ഒരാളായിരുന്നു. നമ്മള് പിന്നെ പറഞ്ഞ് ട്രെയിൻ ചെയ്തെടുത്ത് ഓരോ മോഡുലേഷൻസ് പറഞ്ഞു കൊടുത്ത് ആളെ സമയമെടുത്ത് ആളുടെ രീതിക്ക് നമ്മള് അത് കൊണ്ടുവന്ന് അങ്ങനെ ഇപ്പൊ ആള് സെറ്റ് ആയോ ഡബിങ്ങില്? അതൊരു ഡബിംഗ് എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര അയ്യോ സത്യം. എന്താണ് ആക്ച്വലി ഒരു ഡബിംഗ് എഞ്ചിനീയർ, ഓഡിയോ എഞ്ചിനീയറുടെ ജോലി എന്താണ് ശരിക്കും? നിങ്ങള് ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തുള്ള ആ വീഡിയോസ് കൊണ്ടാണ് നമ്മുടെ അടുത്ത് വരിക. അത് വരുമ്പം ഇപ്പം അവിടെ ഡബ് ചെയ്യുമ്പോ അവിടെ നിങ്ങൾ അഭിനയിക്കുമ്പോ വോയിസ് ക്ലിയർ ആയിരിക്കില്ല. ചിലപ്പം നിറയെ ആൾക്കാരുടെ ഇടയ്ക്ക് വെച്ചായിരിക്കും എടുത്ത്, അല്ലെങ്കിൽ ഓട്ടോയിൽ പോകുന്നതായിരിക്കും. അപ്പൊ ഇത് ഡയലോഗ്സ് ക്ലിയർ ആവില്ല. അത് ഡയലോഗ്സ് ക്ലിയർ ആയി ഏത് മോഡുലേഷനിൽ എങ്ങനെ വേണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഓരോ ആർട്ടിസ്റ്റുകളും നമ്മുടെ അടുത്ത് വന്നിട്ടാണ് ഡബ് ചെയ്യുന്നത്. അതെ, ഡബിംഗ് സ്റ്റുഡിയോയില് ഇവിടെ ഇരുന്ന് ഞാൻ വർക്ക് ചെയ്യും. അതിനകത്ത് ഒരു കൺസോൾ ഉണ്ട്. അതിനകത്ത് ആർട്ടിസ്റ്റുകൾ നിൽക്കും. അവിടെ ഒരു വലിയ സ്ക്രീൻ ഉണ്ട്. നമ്മൾ തിയേറ്ററിൽ കാണുന്ന പോലെ തന്നെ അവിടെ പ്രൊജക്ട് ചെയ്തിട്ട് അത് സീൻസ് കാണിച്ചിട്ട് നമ്മൾ ഡബ് ചെയ്യിക്കും. ഇതാണ് പ്രോസസ് ആക്ച്വലി. ഇപ്പൊ ഒരു ആർട്ടിസ്റ്റ് വന്നിട്ട് ചിലപ്പോൾ അയാളുടെ മൂഡ് പലതായിരിക്കും. ഇപ്പൊ വന്നിട്ട് ചിലപ്പോൾ പാനിക് ആയിട്ടൊക്കെ, ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായിട്ട് ഡബ് ചെയ്യുന്ന ആള് അല്ലെങ്കിൽ ഡബ് ചെയ്ത് മടുക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും. അപ്പൊ ഇവരെ കൂളാക്കാൻ എന്തെങ്കിലും ട്രിക്സ് ഒക്കെ നിങ്ങൾ ഓഡിയോ എഞ്ചിനീയേഴ്സ് എന്തെങ്കിലും ട്രിക്സ് ഒക്കെ ഉപയോഗിക്കുമോ? നമ്മൾ കുറച്ചുകൂടെ അവരുടെ അടുത്ത് ഫ്രീ ആയിട്ട് സംസാരിക്കും. അവർക്ക് അവരുടെ സിറ്റുവേഷൻ എന്താണെന്ന്, അല്ലെങ്കിൽ അവർ പറയാൻ റെഡി ആണെങ്കിൽ അത് കേട്ടിരിക്കാൻ നമ്മൾ റെഡി ആയിട്ട് അവരെന്താണോ അവരുടെ ഒരു സിറ്റുവേഷൻ, അവരിപ്പോ പോകുന്ന എന്ത് സിറ്റുവേഷനിലൂടെയാണോ നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ച് അവരെ അതിൽ നിന്ന് മാറ്റി നമ്മുടെ ഈ ഒരു ഫിലിമിന്റെ ഒരു സിനിമ എന്ന് പറയുന്നത് ശരിക്കും മാജിക് ആണ്. ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ പലവരും പല പ്രശ്നങ്ങളും മറക്കാറുണ്ട്. അപ്പോ നമ്മള് ഇവിടെ ഇരുന്ന് നമ്മള് സിനിമകളെ പറ്റി സംസാരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ സീൻസ് കാണിച്ചു കൊടുത്ത് അടുത്ത സീനിലെ കോമഡി വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടോ നോക്കി അങ്ങനെയൊക്കെ നമ്മള് ആളെ വീണ്ടും സിനിമയിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ ഡബ് ചെയ്യിക്കാറുണ്ട്. അങ്ങനെ കുറെ സിറ്റുവേഷൻസ്. അപ്പൊ അത് ഞാൻ മാത്രമല്ല, ഡയറക്ടർ ഉണ്ടാവും, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഉണ്ടാവും, റൈറ്റേഴ്സ് ഉണ്ടാവും. ഇവരുടെ ഒക്കെ കോൺട്രിബ്യൂഷൻ ഉണ്ട് അതിനകത്ത്. അപ്പൊ വരുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും നല്ല മൂഡിലായിരിക്കില്ല വരുന്നത്. പറഞ്ഞ പോലെ ചിലവർ മൂഡ് ഔട്ട് ആയിരിക്കും, ചിലവർ വന്നിട്ട് എനിക്ക് ചെയ്യാൻ മൂഡില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി പോകുന്നവരുണ്ട്. പക്ഷെ അവരെയൊക്കെ നമുക്ക് സിനിമ കാണിച്ച് ചേട്ടാ ഈ സീൻ ഒന്ന് കണ്ടു നോക്കിയേ എന്ന് പറഞ്ഞ് കാണിച്ച് അവരെ ഇരുത്തി ഡബ് ചെയ്യിച്ചിട്ടുണ്ട്. അത് ഭയങ്കര രസമാണ്. അത് ശരിക്കും മാജിക് എന്ന് തന്നെ പറയാം. നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ഡബ് ചെയ്യുന്ന ഒരാൾ, ഇപ്പൊ ഗായത്രി കണ്ട 80 സിനിമകളോളം വർക്ക് ചെയ്തു എന്ന് പറഞ്ഞു, ഏറ്റവും ഈസി ആയിട്ട് ഡബ് ചെയ്ത് പോകുന്ന ഒരു ആർട്ടിസ്റ്റ് ആരായിരിക്കും? അത് പഴയ ആർട്ടിസ്റ്റുകൾ, അതായത് സിദ്ദിഖ് സാറ്, അശോകൻ സാർ, അങ്ങനെയുള്ള പഴയ ആർട്ടിസ്റ്റുകൾ. അവര് നമ്മള് ഇപ്പോഴാണ് ഈ കട്ട് ചെയ്ത് കറക്റ്റ് ലിപ്പൊക്കെ പിടിച്ചിരുന്നത്. അന്ന് അങ്ങനെയല്ലല്ലോ. അന്നിങ്ങനെ റീലില് ഡബ് ചെയ്യുന്നത്. അതെ, റീലിലാണ് ഡബ് ചെയ്ത് വരുന്നത്. അപ്പൊ ഈ റീലില് ഡബ് ചെയ്ത് ശീലിച്ചവർക്ക് കൃത്യമായിട്ട് ഡബ് സിങ്ക് അറിയാം. നമ്മൾ പിടിച്ചിടുക പോലും വേണ്ട, അവർക്ക് സീൻ നോക്കി അവര് ഒരു പ്രാവശ്യം കേൾക്കും, ഓക്കെ വാട്ടേക്ക് പോകും. അപ്പൊ ഇത്രയും പടങ്ങൾ ചെയ്തതിന്റെ ഇടയ്ക്ക് നമ്മൾ ഈ ഓഡിയോ ഷൂട്ടിൽ ഇരുന്ന് പകർത്ത് കൺസോൾ ആർട്ടിസ്റ്റ് പെർഫോം ചെയ്യുന്നത്, നമ്മള് അതായത് ഇപ്പൊ സൗണ്ട് മോഡുലേഷനിലാണ് ആർട്ടിസ്റ്റുകൾ അഭിനയം കംപ്ലീറ്റ് ആവാന്ന് കേട്ടിട്ടുണ്ട്.
ആർട്ടിസ്റ്റുകൾ പെർഫോം ചെയ്യുന്നു, അതിനനുസരിച്ച് നിങ്ങൾ ഇവിടെ കേൾക്കുന്നു. അപ്പൊ കേട്ട് ഞെട്ടിയിട്ടുള്ള പെർഫോമൻസോ അല്ലെങ്കിൽ ഡബിങ് മോഡുലേഷനോ ഒക്കെ ഉണ്ടാവില്ല. അങ്ങനെ ഏതെങ്കിലും ഒന്നോ രണ്ടോ എണ്ണം മനസ്സിലേക്ക് വരുന്ന പെട്ടെന്ന് ഇടയിൽ? ഞാൻ 10ാം വളവ് എന്ന് പറഞ്ഞ പത്മകുമാർ സാറിന്റെ ഒരു മൂവി ചെയ്തിരുന്നു. അതില് സുരാജേട്ടൻ ഭയങ്കര രസമായിട്ടാണ് പുള്ളി അഭിനയിക്കുക എന്ന് നമുക്ക് തോന്നില്ല. അത്രയും ഉള്ളി തട്ടിയിട്ടാണ് പുള്ളി ഓരോ സീൻസ് ചെയ്യുന്നത്. അത് ഞാൻ സ്ക്രീനിൽ എന്താണോ കണ്ടത് അതിലൊരു 2 ഇരട്ടി നന്നായിട്ടാണ് പുള്ളി ഡബ് ചെയ്യുന്നത്. അത് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. പുള്ളിയുടെ ആ സിനിമയിൽ മോള് മരിക്കുന്ന ഒരു സീൻ ഉണ്ട്. അത് അറിഞ്ഞിട്ട് പുള്ളിയുടെ റിയാക്ഷൻ അത് കേട്ടിരുന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഭയങ്കര നമുക്ക് എന്താ പറയാ, നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഒരു കാര്യമാണോ ഇത് എന്ന് പോലും നമുക്ക് തോന്നിപ്പോ അത്രയും. കാരണം ഈ 2 സ്പീക്കേഴ്സ് നമ്മുടെ ചെവിയിലേക്ക് ഇരുന്നിട്ട് ഇവരത് ചെയ്യുമ്പോ നമുക്ക് ഭയങ്കര ഫീൽ ചെയ്യും. അത് ഭയങ്കര സുഖമുള്ള ഒരു ഏർപ്പാടാണ്. ഈ ആർട്ടിസ്റ്റുകൾ ഇപ്പം സുരാജേട്ടൻ മാത്രമല്ല, സിദ്ദിഖ് സാർ ആണെങ്കിലും ബാക്കി എല്ലാ ആർട്ടിസ്റ്റുകളും എല്ലാവരും, ഇപ്പൊ ഷൈൻ ചേട്ടനാണെങ്കിലും എല്ലാവരും വന്നു കഴിഞ്ഞാൽ അവരുടെ സീനിലേക്കുള്ള ആ ഒരു എൻട്രി ഭയങ്കര രസമാണ്. ഒരു സീനിന്ന് വേറെ സീനിലേക്കുള്ള ഷിഫ്റ്റും നല്ല രസമാണ്. തൊട്ട് മുമ്പത്തെ സീൻ ചിലപ്പോ കോമഡി ആയിരിക്കും, അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് കരച്ചിലും. നമുക്ക് റിയൽ ലൈഫിൽ അതിപ്പോ ഇങ്ങനെ ചിരിച്ചോണ്ട് നിന്നിട്ട് പെട്ടെന്ന് കരയാൻ പറഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല. പക്ഷെ അവിടെയാണ് ഒരു ആർട്ടിസ്റ്റിന്റെ ഗുണം, അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് എന്ന് നമ്മൾ തെറ്റാതെ വിളിക്കുന്നതിന്റെ ഒരു ഇത് മനസ്സിലാക്കിയത് അവിടെയാണ്. കാരണം ഭയങ്കര ദൈവം തൊട്ടനുഗ്രഹിച്ച ആൾക്കാരാണ് നമ്മുടെ സിനിമയിലുള്ളവരെല്ലാവരും. ഈ ശബ്ദം ഇപ്പൊ ഗായത്രി പറഞ്ഞപ്പം ഗായത്രി വേറെ ആൾക്ക് ഡബ് ചെയ്യാൻ പോയിട്ട് അവിടെ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞു. ഇപ്പൊ ഇവിടെ സൗണ്ട് ചെക്ക് ചെയ്തിട്ടേ ഗായത്രിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ട് വേറെ ഇപ്പൊ ഒരു ആർട്ടിസ്റ്റ് വന്നു, അയാൾ അഭിനയിച്ചു, അയാളുടെ സൗണ്ട് ആ ക്യാരക്ടറിന് ചേരുന്നില്ല, അപ്പൊ നമ്മൾ വേറെ ആളെ വെച്ച് ഡബ് ചെയ്യേണ്ടി വരും. സ്വാഭാവികമായിട്ടും ഇപ്പൊ ഇയാളോട് പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഓഡിയോ എഞ്ചിനീയർ എന്നൊക്കെ അങ്ങനെ പറയേണ്ടി വന്നതോ, അങ്ങനെ വിഷമം ഉണ്ടാക്കുന്ന സിറ്റുവേഷൻസ്? അങ്ങനെ പറയേണ്ടി വന്നിട്ടില്ല, ഞാൻ പറയാറില്ല. കാരണം എനിക്ക് അതിന്റെ വിഷമം അറിയാം. നമ്മളൊരാളെ ഇറക്കി വിടുമ്പോ എത്രത്തോളം അയക്ക് ഫീൽ ചെയ്യും എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയില്ല. ഞാൻ പക്ഷെ സൗണ്ട് മാച്ച് ആവുന്നില്ലെങ്കിൽ ഞാൻ ഡയറക്ടറിനോട് പറയും, സർ സൗണ്ട് മാച്ച് ആവുന്നില്ല, നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ നോക്കണം എന്ന് ചോദിക്കും. അതല്ല ഡയറക്ടർ നോക്കിയാണെങ്കിൽ ഓക്കെ ഫൈൻ. അത് മാക്സിമം ട്രൈ ചെയ്യോ അയാളുടെ തന്നെ വെക്കാൻ വേണ്ടിട്ട്? ഞാൻ ഇപ്പൊ അഭിനയിച്ചവരെ കൊണ്ട് തന്നെ ഡബ് ചെയ്യിക്കാനേ ഞാൻ കൂടുതലും നോക്കാറുള്ളൂ. കാരണം നമ്മുടെ എല്ലാ സിനിമകളിലും ഒരേ ഡബിങ് ആർട്ടിസ്റ്റുകൾ ചെയ്ത് ഭയങ്കര ടിപ്പിക്കൽ സാധനം വരുന്നതിലും ഏറ്റവും നല്ലത് അഭിനയിച്ചവര് തന്നെ ആ സിറ്റുവേഷനിൽ അവര് ചെയ്ത എന്താണോ അത് റീക്രിയേറ്റ് ചെയ്ത് അതിന്റെ സൗണ്ട് ചെയ്യാന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഫിലിമിൽ കുറച്ചുകൂടെ ലൈവായിട്ട് തോന്നുന്നത്. ഞാൻ കൂടുതലും ഞാൻ ചെയ്യുന്ന എല്ലാ സിനിമകളിലും ഞാൻ ആദ്യത്തെ ഓപ്ഷൻ അവര് അഭിനയിച്ചവരെ തന്നെ കൊണ്ടുവരാൻ പറയും. അവര് പുറത്ത് എവിടെയെങ്കിലും ആണോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് കേരള ആണെന്നൊക്കെ പറഞ്ഞാൽ മാത്രമേ ഞാൻ ഡബിങ് ആർട്ടിസ്റ്റുകളെ അതിലേക്ക് വെക്കുള്ളൂ. ഞാൻ കൂടുതലും അത് ഓൺ വോയിസ് ചെയ്യാനേ നോക്കാറുള്ളൂ. അതിപ്പോ ആദ്യമായിട്ട് ഡബ് ചെയ്യുന്നവരാണെങ്കിലും നേരത്തെ ചെയ്തിട്ടുള്ളവരാണെങ്കിലും എന്തായാലും അവരെ ആദ്യം പറയുള്ളൂ. ഇപ്പൊ പുറത്ത് ഇപ്പൊ വേറെ ഓൺ വോയിസ് അല്ലാതെ വേറെ പുറത്തും ഡബ് ചെയ്യുന്ന പരിപാടി കുറഞ്ഞില്ലേ? കുറെയൊക്കെ കുറഞ്ഞു. ഒന്നാമത്തെ കാര്യം സിംഗ് സൗണ്ട്. അതെ, ഒന്നാമത്തെ കാര്യം സിംഗ് സൗണ്ട് ഇപ്പൊ ഭയങ്കര പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സിനിമകളിലും സിംഗ് സൗണ്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ എന്തെങ്കിലും ചെറിയ പാച്ചുകൾ മാത്രമേ സിംഗ് സൗണ്ട് സിനിമകൾക്ക് വരുള്ളൂ. ഇപ്പൊ ഞാൻ ചെയ്യുന്നത് പ്രിൻസ് ആൻഡ് ഫാമിലി എലമെന്റ് ദിലീപേട്ടന്റെ വേർഡാണ്. അപ്പം അതില് കൂടുതലും ഈ പറഞ്ഞ പോലെ ഓൺ ആർട്ടിസ്റ്റുകൾ, ഇപ്പൊ അഭിനയിച്ച ആർട്ടിസ്റ്റുകളെ തന്നെ കൊണ്ടുവന്ന് ഞാൻ അവരെ കൊണ്ട് ഡബ് ചെയ്യിക്കുന്നതാണ്. കാരണം അത് കുറച്ചുകൂടെ നമുക്ക് ലൈഫ് തരും. അപ്പൊ അവർക്കും ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു ആർട്ടിസ്റ്റ് ആവുന്നത് അവരുടെ സ്വന്തം സൗണ്ട് കൊടുക്കുമ്പോഴാണ്. അപ്പൊ ഞാനത് കൂടുതലും അതിങ്ങനെ ആ ഒരു രീതി ഞാൻ ഫോളോ ചെയ്യാൻ നോക്കാറുണ്ട്. ഞാൻ കൂടുതലും ഡബിങ് ആർട്ടിസ്റ്റുകളെ വിളിക്കും, അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കും. അല്ലെങ്കിൽ കൂടുതലും ഈ ഓൺ വോയിസസിനെ തന്നെ പോവാറ്. ഇപ്പൊ ഡബിങ് കുറഞ്ഞിട്ടുണ്ട് പൊതുവെ, എന്നാലും സിംഗ് സൗണ്ട് ആണ്. അതെ, സിംഗ് സൗണ്ട് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്റെ അറിവിലുള്ള ഓൾമോസ്റ്റ് എല്ലാ എഞ്ചിനീയേഴ്സും ഓൺ ആൾക്കാരെ വെച്ചിട്ട് തന്നെയാണ് ഡബ് ചെയ്യിക്കുന്നത്. ഇങ്ങനെ ഡബിങ് ആർട്ടിസ്റ്റുകളെ വിളിച്ച് ചെയ്യിക്കുന്നത് കൂടുതലും അന്യഭാഷാ ചിത്രങ്ങൾക്ക് എന്തായാലും ഡബിങ് ആർട്ടിസ്റ്റുകളുടെ ആവശ്യമുണ്ട് നമുക്ക്. അപ്പൊ അത് അവർക്ക് ഉണ്ട് അവിടെ, അത് അവരുടെ ഒരു സ്ഥാനം അവർക്ക് ഉണ്ട് അവിടെ, അതൊരിക്കലും പോവില്ല. ഇപ്പൊ ഓഡിയോ എഞ്ചിനീയർ അല്ലാതെ ഗായത്രി പറഞ്ഞു, ഗായത്രി ഡബ് ചെയ്തിട്ടുണ്ട്, ഡബ് ചെയ്യാറുമുണ്ട്, പരസ്യങ്ങളാണെങ്കിലും സിനിമയാണെങ്കിലും ചെയ്യാറുണ്ട്. ഇവിടെ ഇരിക്കുമ്പോഴും അകത്ത് നിൽക്കുമ്പോഴും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മള് അതിങ്ങനെയല്ല, ഈ മോഡുലേഷൻ അല്ല വേറെ മോഡുലേഷൻ പറഞ്ഞു നോക്കിയെന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അകത്ത് കയറുമ്പോ ഇതല്ല, ഒന്നും വരില്ല. ചിലപ്പോ ഇവിടുന്ന് ഡയറക്ടർ പറയും കുറച്ചുകൂടെ ഫീല് വരട്ടെ എന്ന് പറയും. പക്ഷെ നമുക്ക് ഇതെങ്ങനെയാണ് ഈ ഫീല് വരുത്തുന്നത്, അല്ലെങ്കിൽ ഇത് എത്ര വരുത്തിയാ നമ്മള് അവര് പറയുന്ന ആ റേഞ്ചിലേക്ക് എത്തും എന്നുള്ളതൊരു ഇതൊന്നും നമുക്ക് അതിനകത്ത് കിട്ടില്ല. ഒന്നാമത്തെ കാര്യം ഭയങ്കര അടച്ച് പൂട്ടിയ ഇരുട്ട് ഉള്ളൊരു മുറി, നമ്മൾ 2 ഹെഡ്ഫോൺസും വെച്ച് ഒരു മൈക്കിന്റെ മുമ്പിൽ ഈ സ്ക്രീനിലും നോക്കി നിൽക്കുമ്പോ നമുക്ക് ബ്ലാങ്ക് ആയി പോകും. അത് ഇവിടെ അതെ, ജഡ്ജ്മെന്റ് എന്നുള്ള ഒരു സാധനം ഭയങ്കര ഇതാണ്. ഞാൻ ഇവിടെ ഇരുന്ന് ഇടയ്ക്ക് പറയും കുറച്ചുകൂടെ ഫീല് കൂട്ടുക എന്ന് പറയും.
അത് കഴിഞ്ഞ് നമ്മൾ അറിയാവുന്നവരൊക്കെ ആണെങ്കിൽ അവർ ബാ ഒന്ന് ചെയ്ത് കളിക്കും അവിടെ പിന്നെ ഞാൻ ഒന്നും പറയില്ല. പക്ഷെ രസമാണ്. ഇപ്പം ആനന്ദ് ശ്രീബാല എന്ന് പറഞ്ഞ ഇറങ്ങിയ ഒരു പടത്തില് അപർണദാസിനെ ഞാനാണ് ഡബ് ചെയ്തേക്കുന്നത്. അത് വേറൊരു ഫീല് തന്നെയാണ്. നമ്മള് എഞ്ചിനീയർ അല്ലാതെ ഡബിങ്ങിന് മാത്രമായിട്ട് ഒരു ഫിലിമില് വർക്ക് ചെയ്യുക എന്നുള്ളതും വേറൊരു എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇത്രയും സിനിമകൾ ചെയ്തു, ഈ കരിയറിൽ കിട്ടിയിട്ടുള്ള ഒരു ലെജൻഡറി അപ്രിസിയേഷൻ എന്നൊക്കെ പറയുന്നത് അങ്ങനെ ആരെങ്കിലും അടുത്ത് കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടോ? ഇഷ്ടം പോലെ. അത് മെയിൻ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്കൊരു ലൈഫിൽ ഒരു ഓസ്കാർ കിട്ടിയ ഒരു ഫീൽ കിട്ടിയത് കമൽ സർ ഇവിടെ വിവേകാനന്ദൻ വയറിലാണ് സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സാർ ഇങ്ങോട്ട് പറഞ്ഞു എനിക്കൊരു ഇന്റർവ്യൂ, നിന്നെ പറ്റി ഒരു ഇന്റർവ്യൂ എനിക്ക് കൊടുക്കണം എന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് സാർ എന്നെ ഒരു ഇന്റർവ്യൂ സെറ്റ് ചെയ്ത് അന്ന് കമൽ സാറും ഞാനും അന്ന് ഷൈൻചേട്ടന്റെ ഡബ്ബായിരുന്നു ഷൈൻടം ചാക്കും ഞങ്ങള് 3 പേരും കൂടി ഇരുന്ന ഒരു ഇന്റർവ്യൂ. അടിപൊളി. അപ്പൊ ആ സമയം എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ ലൈഫില് അല്ലെങ്കിൽ ഞാൻ കുഞ്ഞിലേ തൊട്ട് കാണുന്ന സിനിമകളുടെ ഡയറക്ടർ, ഒരു നമ്മുടെയൊക്കെ ഒരു ജനറേഷനിൽ ദ ലെജൻഡ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഡയറക്ടർ എന്നെ പറ്റി ഇരുന്ന ഒരു ഇന്റർവ്യൂല് പറയാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു ഓസ്കാർ കിട്ടുന്നതിന് തുല്യമാണ്. മിടിക്കാണ്, പുലിയാണ് എന്നാണ് പറഞ്ഞത്. നമ്മക്കേ ഇവരൊക്കെ ഡീൽ ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഒരു പേടി തോന്നിയിട്ടുണ്ട്? അയ്യോ ഫസ്റ്റ് ഡേ മറ്റേ കമൽ സാറൊക്കെ വന്നിരിക്കുമ്പോ കൈ കിടക്കിടാന്ന് വിറയ്ക്കും. ചില കീസൊക്കെ മറന്നു, പിന്നെ ഞാൻ തപ്പു എവിടെ കീ എവിടെ എന്നൊക്കെ. പക്ഷെ 1-2 ദിവസം കഴിയുമ്പോ അടിപൊളിയാവും. ഇപ്പം ഒരു സിനിമ തുടങ്ങുന്ന സമയത്ത് ഏത് സിനിമ തുടങ്ങുമ്പോഴും അങ്ങനത്തെ ഒരു ടെൻഷൻ ഉണ്ടാവാറുണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അതിനെങ്ങനെ ഓവർകം ചെയ്യും? 2 ദിവസം അവരുടെ അടുത്ത് സംസാരിച്ചപ്പോ ഓക്കെ. ഞാൻ പിന്നെ കുറേ സംസാരിക്കുന്ന ആളെ. ഇപ്പൊ ജിഷ്ണുവേട്ടൻ ഞാൻ അറിയാതെ ഞാൻ കുറേ സംസാരിക്കും. ഞാൻ ഇങ്ങനെ വാദോരാതെ സംസാരിക്കുന്ന ആളാ. ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഞാൻ കമ്പനിയാവും. പിറ്റേ ദിവസം വരുമ്പോ നമ്മള് എത്രയോ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്ത ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുന്ന പോലെ അവരും എന്നോട് പെരുമാറുക. അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ എന്റെ ഉള്ളിലില്ല. ഞാൻ ഭയങ്കര ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ആളെ, ഭയങ്കര ടോക്കറ്റീവ് ആണ് ഞാൻ പൊതുവെ. ഡബിംഗ് ആർട്ടിസ്റ്റുകൾ ഉണ്ടോ? പിന്നെ ഒരു പേര് പറയാൻ പറഞ്ഞ ഡബിംഗ് ആർട്ടിസ്റ്റുകൾ അല്ല, ഒരാളുടെ പേര് പറഞ്ഞ ബാക്കിയുള്ളവർ എന്നെ എടുത്തിട്ടുണ്ട്. എന്നാ പോലും ഇപ്പൊ നമ്മൾ ആർട്ടിസ്റ്റുകൾ ഇപ്പൊ സുരാജന്റെ കാര്യം പറഞ്ഞതുപോലെ ഇപ്പൊ വേറൊരാൾ അഭിനയിച്ച സാധനത്തിന് ശബ്ദം കൊണ്ട് ജീവൻ കൊടുക്കുകയാണ് അല്ലെ ഒരു ഡബിംഗ് ആർട്ടിസ്റ്റ് ചെയ്യാൻ. ഏറ്റവും വലിയ ഉദാഹരണം ശ്രീജ ചേച്ചി, ഭാഗ്യലക്ഷ്മി മാം. ഇവരൊക്കെ എന്താ പറയാ കമാൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? കമാൻഡ് ചെയ്യാന്നുള്ള വേർഡ് ശരിയാണോന്ന് എനിക്കറിയില്ല. അല്ല, വർക്ക് ചെയ്യാനായിട്ട് ഇപ്പം ഭാഗ്യലക്ഷ്മി മാമിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല. ശ്രീജ ചേച്ചിയുടെ കൂടെ 1-2 വർക്കുകൾ എന്തോ ചെയ്തിട്ടുണ്ട്. റവീണയുടെ കൂടെയും കുറച്ച് വർക്കുകളെ ചെയ്തിട്ടുള്ളൂ. പിന്നെ റിയ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റേറ്റ് അവാർഡ് വിന്നർ അയ്യപ്പൻ കോശിയിലും മറ്റേ ഇവർക്ക് ചെയ്തത് ഗൗരി നന്ദയ്ക്ക് ചെയ്ത റിയ, ഇവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റും. ഇവരുടെയൊക്കെ മോഡുലേഷൻ ഭയങ്കര രസം. ആ ഒരു എന്താ പറയാ അഭിനയിച്ചേക്കുന്ന ഏത് മൈൻഡ് സെറ്റിലാണോ അഭിനയിച്ചത് അതേപോലെ അവര് ഡബ് ചെയ്ത് തരും. ഭയങ്കര പാടല്ലേ നമ്മൾ സ്വന്തം ചെയ്യാന്ന് പറയണത്. ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോ ഞാൻ കുറച്ച് പറയല, എന്നാൽ പോലും കാവ്യമാധവൻ നീഷമാധവനിൽ ചെയ്ത ആ ഒരു ക്യാരക്ടറിന്റെ സൗണ്ട് നമുക്ക് വേറെ ആര് വെച്ചാലും നമുക്ക് അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് ശ്രീജ ചേച്ചിയുടെ മാത്രം കഴിവാണ്. കാവ്യമാധവൻ എന്നുള്ള ആർട്ടിസ്റ്റിനെ ഞാൻ കുറച്ച് കാണാൻ അവര് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് അവരുടെ സൗണ്ട്. പിന്നെ അതുപോലെ തന്നെ ശോഭന മാമും ഭാഗ്യലക്ഷ്മി മാമും. അതെ, അപ്പം സൗണ്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ നമ്മളെ അതിശയിപ്പിച്ച ഒത്തിരി ഡബിംഗ് ആർട്ടിസ്റ്റുകളുണ്ട്, ഇഷ്ടം പോലെ. ഈ വോയിസ് ആർട്ടിസ്റ്റുകൾ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞെടുത്ത് തന്നെ ഇപ്പം ഭാഗ്യ ചേച്ചി എല്ലാവർക്കും അറിയാം, ശ്രീജ ചേച്ചി അറിയാം, കൂടിപ്പോയ റവീണയെ അറിയായിരിക്കും. റിയേനെ എനിക്ക് തോന്നുന്നില്ല ഡബിംഗ് ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു രീതിയിൽ റിയ ഒന്നും റെക്കഗ്നൈസ് ചെയ്ത്. റിയ ആർട്ടിസ്റ്റ് ആണ്, ഫിലിമിൽ അഭിനയിക്കുന്നതാണ്, അതുകൊണ്ട് റിയേനെ റെക്കഗ്നൈസ് ചെയ്യും. പക്ഷെ ഡബിംഗ് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ റിയേനെ ആരും റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. ഇഷ്ടം പോലെ ഡബിംഗ് ആർട്ടിസ്റ്റുകളുണ്ട് എനിക്ക് അറിയാവുന്നത്. മെയിലുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ അജിത് ഏട്ടൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാഹുബലി, പ്രവീൺ ഏട്ടൻ, ബാഹുബലിയിൽ കട്ടപ്പ ചെയ്ത പ്രവീൺ ഏട്ടൻ, അജിത് ഏട്ടൻ, അരുൺ ചേട്ടൻ, കുറെ പേരുണ്ട്. പ്രായമായവരും കൊച്ചുകുട്ടികളടക്കം വലിയ ഒരു ഗ്യാങ് ആണ് ഇവരുടെ ഡബിംഗ്. കഥാപാത്രത്തെ പൂർത്തീകരിക്കാൻ എസെൻഷ്യൽ ആയിട്ടുള്ള മറ്റൊരു ഘടകമാണ്. അവരാരും റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നില്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഭയങ്കര പരിതാപകരമാണ് ആ സിറ്റുവേഷൻ. ആക്ച്വലി ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു ക്യാരക്ടറിന് ജീവൻ കൊടുത്തിട്ട് ഒരു ആർട്ടിസ്റ്റിന് ഒരു ഇത് കാണുമ്പോ ഓക്കെ ഇത് കൊള്ളാം എന്ന് പറഞ്ഞ് പോകുന്നല്ലാതെ ഇതിന്റെ പുറകിൽ ആര് വർക്ക് ചെയ്തു, ഇവർ എത്ര എഫേർട്ട് ഇട്ടിട്ടുണ്ട്, ഇതൊന്നും ആരും അറ്റ്ലീസ്റ്റ് മീഡിയക്കാരെങ്കിലും ഇതൊന്ന് പബ്ലിഷ് ചെയ്യണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഡബിംഗ് ആർട്ടിസ്റ്റുകൾ പലവരും ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്. ഇപ്പൊ റീസെന്റ്
രേഖാചിത്രം സിനിമയില് നമ്മുടെ ജോൺ പോൾ സാറിന്റെ സൗണ്ട് ബേസിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഡബിങ് എഞ്ചിനീയർ ആണ്, മിമിക്രി ആർട്ടിസ്റ്റ് ആണ്, ഡബിങ് ആർട്ടിസ്റ്റും കൂടെയാണ്. അവൻ ഡബ് ചെയ്തിരിക്കുന്നത് ആന്ന് എല്ലാരും വിചാരിച്ചിരുന്നത്, പക്ഷെ അല്ല, അത് ഡബിങ് ചെയ്തതാണ് എന്നിപ്പോ റീസെന്റ് ഒരു പോസ്റ്റ് കണ്ടു. അതിനുശേഷം അവന് കുറെ ഇത് കിട്ടുന്നുണ്ട്, റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. 10 വർഷത്തിന്റെ അല്ലെങ്കിൽ 8 വർഷത്തെ കരിയറിന്റെ ഇടയിൽ വിഷമിപ്പിച്ച മൊമെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ നമ്മൾ തന്നെ കാണുന്നുണ്ട്, പല സംഘടനകളും സ്ത്രീകൾക്ക് വേണ്ടി സംഘടനകളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും, ഞാൻ പറയണ ഭയങ്കര ട്രോമ സിറ്റുവേഷൻസ് ഒന്നും അല്ല കേട്ടോ, വിഷമിപ്പിച്ച കുഞ്ഞി ഇപ്പൊ ചെറിയ കാര്യങ്ങളായിരിക്കും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഓക്കെ ആണെങ്കിൽ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം അത് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളതാണ്, ഞാൻ അതിനെ തരണം ചെയ്തിട്ട് പുറത്തു വന്നിട്ടുള്ള ആളാണ്. ഇപ്പൊ ഭയങ്കര സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പൊ ചെറിയൊരു സാധനം പറയാന്ന് പറഞ്ഞാൽ, ഞാൻ അടുത്തിടയ്ക്ക് ഒരു ഫിലിം ചെയ്തു, അതിന്റെ ഡയറക്ടർ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് നമ്മളെ നോക്കുന്നത്. അപ്പൊ എനിക്കത് ഭയങ്കര അൺകംഫർട്ട് ആണ്. ലൈക്ക് നമ്മൾ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ നമുക്ക് ഈ സ്ക്രീനിൽ അല്ലെങ്കിൽ ഈ ഗ്ലാസ്സിൽ കാണാം ഇയാൾ നോക്കുന്നത്. ഞാൻ പറഞ്ഞു, സാർ അങ്ങനെ നോക്കുന്നത് എനിക്ക് ഡിസ്റ്റർബ് ആണ്. പുള്ളി എടുത്തടിക്കും, അത് ഭയങ്കര പ്രശ്നമാക്കി, പ്രൊഡ്യൂസറിനെ വിളിച്ച് പറഞ്ഞ് എന്നെ ആ സിനിമയിൽ നിന്ന് മാറ്റിച്ചു, ഭയങ്കര ഇഷ്യൂ ആക്കി കളഞ്ഞു. സ്റ്റുഡിയോയിലെ മാനേജറിനെ വിളിച്ചു പറയുന്നു, സാറിന്റെ അടുത്ത് പറയുന്നു ഇനിയും അവളുണ്ടെങ്കിൽ ഞാൻ വർക്ക് ചെയ്യില്ല എന്ന് പറയുന്നു. അപ്പൊ ഉടനെ അപ്പുറത്തുനിന്ന് പ്രൊഡ്യൂസറിന്റെ ഡയലോഗാണ്, പെണ്ണാണെങ്കിൽ ചിലപ്പോ നോക്കിന്നൊക്കെ ഇരിക്കും, ഇത് സഹിക്കാൻ പറ്റാത്തവർ ഈ പണിക്ക് നിൽക്കരുത്. അപ്പൊ സിനിമ ഇൻഡസ്ട്രിയിലുള്ളവർ തന്നെ ഇങ്ങനെയുള്ള ഡയലോഗ്സ് അടിക്കുമ്പോ നമുക്ക് ദൈവമേ വലിയ പാടാണ്. ഇത് മാറ്റിയെടുക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല, നമ്മൾ ഒരാളെ വിചാരിച്ചൊന്നും അത് മാറത്തില്ല. കാലാകാലങ്ങളായിട്ടുള്ള ചില ആളുകളുടെ കീഴ്വഴക്കം പോലെ അയ്യോ ഭയങ്കര മെയിൽ ഷോവിനിസം ഭയങ്കര കൂടുതലുള്ള ഒരു ഫീൽഡാണ് ആക്ച്വലി. ഇവിടെ 8 വർഷം പിടിച്ചത് എങ്ങനെയാന്ന് എനിക്ക് ചെന്നില്ലേ, നമ്മൾ മുന്നോട്ട് നമ്മള് തരണം ചെയ്ത് ഇവിടെ എത്തിയില്ലേ. 80 സിനിമ ചെറിയ കാര്യമല്ലല്ലോ. ഏറ്റവും ജോയ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമ പറയാൻ കുറേ സിനിമകളുണ്ട്. ഇപ്പം തുടക്കം തൊട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കാമുകി അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്ത്, കാരണം അതൊരു കോളേജ് മൂവിയായിരുന്നു. അപ്പൊ അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്ത് എടുത്തൊരു മൂവിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ മറിയം വന്ന് വളക്കൂതി, അതും ഈ പറഞ്ഞ പോലെ എന്റെ വൈബിലുള്ള കുറെ ആൾക്കാരെ എനിക്ക് കിട്ടിയ ഒരു ഫിലിമാണ്. അങ്ങനെ അതില് പരിചയപ്പെട്ട ഒത്തിരി പേര് ഇപ്പോഴും, ജിഷ്ണുവായിട്ടടക്കം ഇപ്പോഴും എന്റെ ഫ്രണ്ട്സ് ആണ്. ലൈക്ക് ഒരു 7 to 8 years കഴിഞ്ഞിട്ടും നമ്മുടെ കരിയറിന്റെ തുടക്കം, എല്ലാവരുടെയും തുടക്കമാണ്. അതെ. അപ്പൊ അവിടുന്ന് കണ്ടുമുട്ടിയ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ ജിഷ്ണുവായിട്ടാണെങ്കിലും നൈനാനാണെങ്കിലും പ്രിൻസേട്ടനാണെങ്കിലും കുറെ പേരുണ്ട് ആ ടീമില്. ഇവരൊക്കെ ഇപ്പോഴും ഞാൻ കോണ്ടാക്ട് കീപ്പ് ചെയ്യാറുണ്ട്. എനിക്ക് എല്ലാ സിനിമകളും ഞാൻ ഭയങ്കര എൻജോയ് ചെയ്താണ്. ഇപ്പൊ ചെയ്യുന്ന പ്രിൻസ് ആൻഡ് ഫാമിലി ആണെങ്കിൽ പോലും ഭയങ്കര എൻജോയ് ചെയ്താണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഓരോ ഡയലോഗ്സ് അടക്കം നമ്മുടെ കോൺട്രിബ്യൂഷൻ, അല്ലെങ്കിൽ റൈറ്ററിന്റെ കോൺട്രിബ്യൂഷൻ, ഡയറക്ടറിന്റെ കോൺട്രിബ്യൂഷൻ, ഇതൊക്കെ നമ്മളെ കുറച്ചുകൂടെ ഹാപ്പി ആക്കുള്ളൂ. ഒരു സിനിമ നന്നാവുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം അങ്ങനെ എല്ലാ സിനിമകളും ഞാൻ അടിപൊളിയായിട്ട് സന്തോഷം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ ക്രൗഡിന്റെ സൗണ്ട് എടുക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി, ഒരുപാട് ആളുകളെ അകത്തേക്ക്, അത് എങ്ങനെയാ ഇൻഡിവിജ്വലി ആണോ ചെയ്യുക? അല്ലല്ല, ക്രൗഡ് ഒരു ആക്ച്വലി 12 പേരാണ് നമ്മൾ പറയാ. വലിയ സിനിമകളാണെങ്കിൽ 20 പേരെ പോകും. 20 പേരെ ഒരുമിച്ച് റൂമിൽ കയറ്റിയിട്ട് നമ്മൾ സീൻ കാണിച്ചു കൊടുക്കും. ഇത് അവരുടെ അടുത്ത് സംസാരിച്ചോളം പറയും. അവര് സംസാരിക്കും. അവര് ചിലപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ പറയും, ഡയലോഗ്സ് പറയും. ക്രൗഡിനെ മാനേജ് ചെയ്യൽ കുറച്ച് പാടാണ്. 10-20 പേരുണ്ട്. ഈ 20 പേരെ നമ്മള് ഒരു സീൻ കാണിച്ച് അവരുടെ അടുത്ത് അതനുസരിച്ച് ബിഹേവ് ചെയ്യാൻ പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ അത് കിട്ടണം എന്നില്ല. ഏതെങ്കിലും ഒരാൾ തെറ്റ് ചെയ്യുന്നത് നമ്മൾ ഒന്നുകൂടെ റീടേക്ക് പോകേണ്ടി വരും. കാരണം 3 മൈക്കൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഏതെങ്കിലും ഒരു മൈക്കിൽ ക്ലിയർ ആയിട്ട് അത് കിട്ടും. അപ്പൊ ഇത് കുറച്ച് പാടാണ് ക്രൗഡ് എടുക്കലൊക്കെ. മിനിങ്ങാതൊരു ക്രൗഡ് കഴിഞ്ഞ ക്ഷീണത്തിലാണ് ഞാനിപ്പോ. ഇനി പല മോഡുലേഷൻ ആയിരിക്കും, പല കാര്യങ്ങളായിരിക്കും പറയുന്നത്. ചില വീഡിയോയിൽ ചിലപ്പോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, അത് എക്സാക്ട് ഇവിടെ കിട്ടണമല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അല്ലെ. ക്രൗഡ് ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണ്. അയ്യോ നല്ല മെനക്കെട്ട പരിപാടിയാണ് ക്രൗഡ്. പക്ഷെ രസമാണ്. അവര് ആ 20 പേര് അല്ലെങ്കിൽ 12 പേര് വന്നു കഴിയുമ്പോ ഭയങ്കര ബഹളവും ഒക്കെ ആയിട്ട്. ഇപ്പൊ ക്രൗഡ് വരുന്നവർക്ക് അറിയാം അവര് ചെയ്ത് നല്ല ശീലമുള്ളവരാണ്. അവർക്ക് വെറുതെ സീൻ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ അതനുസരിച്ച് ചെയ്തോളും. ഇതറിയാത്ത ക്രൗഡിനെ നമ്മൾ കൊണ്ടുവരും. അതായത് ഇപ്പം ബഡ്ജറ്റ് അത്രയും കുറവുള്ള സിനിമയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവരുടെ ഫ്രണ്ട്സ് ഒക്കെ തന്നെയായിരിക്കും ക്രൗഡ് ചെയ്യാൻ വരുന്നത്. അവർക്ക് അറിയില്ല എന്താണ് ക്രൗഡ് എന്നുള്ളത്. അവരെ പഠിപ്പിക്കണം നമ്മൾ. പിന്നെ ചേട്ടാ അതിങ്ങനെ ഈ സീൻ നോക്കുമ്പോൾ ഇത് അവിടെ 2 പേര് നടന്നു പോകുന്നുണ്ടോ, അപ്പൊ അവരുടെ സംസാരം നിങ്ങൾ എടുക്കണം. ഇതിങ്ങനെ പറഞ്ഞു കൊടുത്ത് ഒരു ഹോൾ ഡേ എന്റെ വായില് വെള്ളം പറ്റി ഞാൻ ചത്തിട്ടായിരിക്കും ഞാൻ വീട്ടിൽ പോകുന്നത്. പക്ഷെ രസമാണ്, ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ക്രൗഡ് എന്നുള്ളത്. ഈ ഡബ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ആർട്ടിസ്റ്റുകൾ ഇമോഷണൽ ആയ സംഭവങ്ങളുണ്ട്. ആർട്ടിസ്റ്റുകൾ ഇമോഷണൽ ആയ സംഭവങ്ങളുണ്ട്. ഇപ്പൊ കഴിഞ്ഞപ്പോ ദിലീപേട്ടന്റെ പടത്തിൽ തന്നെ
മഞ്ജു ചേച്ചിയുടെ ഒരു സീൻ മഞ്ജു ചേച്ചി കണ്ടിട്ട് മഞ്ജു ചേച്ചി എന്നെ കരയുന്നുണ്ടായിരുന്നു. മഞ്ജു പിള്ള ഈ പ്രിൻസൺ ഫാമിലി. അതെ, അങ്ങനെ ഉണ്ടാവും അല്ലേ? ഉണ്ടാവും പിന്നെ തീർച്ചയായിട്ടും. കാരണം അവർക്ക് എവിടെയെങ്കിലും ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ചിലപ്പോ അവര് അഭിനയിച്ചപ്പം അത്രയും അവര് വിചാരിച്ചിട്ടുണ്ടാവില്ല. സീൻ കണ്ടു കഴിയുമ്പോഴാണ് അവർക്ക് ഇത്രയും ഇന്റൻസ് ഉണ്ടായിരുന്നു ആ സീനിൽ നിന്ന്. റിലീസായ സിനിമകളിൽ ഏതെങ്കിലും ഒരു അങ്ങനെ ഒരു മൊമെന്റ് ഓർക്കുന്നുണ്ടെങ്കിൽ ആലോചിച്ചെടുത്ത് പറയുകയാണെങ്കിൽ കണ്ടന്റ് ആവും. അയ്യോ കുഴപ്പമില്ല, സീനില്ല. അല്ല, അങ്ങനെ ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് കിട്ടാൻ ചാൻസ് കുറവാണ്. ഇപ്പൊ ഒരു ഓഡിയോ എഞ്ചിനീയർ അല്ലെങ്കിൽ ഓഡിയോ എഞ്ചിനീയർ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഇപ്പൊ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതിൽ ഒരുപാട് താങ്ക്സ്. അപ്പൊ ഇനിയും നല്ല സിനിമകൾ വരട്ടെ. ഒരുപാട് 80 എന്നുള്ള 800 ആവട്ടെ, 1000 സിനിമകൾ എന്റെ ഇടയ്ക്ക് ഡബ് ചെയ്യാൻ പറ്റട്ടെ, അഭിനയിക്കാൻ പറ്റട്ടെ, നമുക്ക് ഒരുമിച്ച് ഇനിയും വർക്ക് ചെയ്യാൻ പറ്റട്ടെ. വെരി സൂൺ വർക്ക് ചെയ്യാൻ പറ്റട്ടെ. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു.